ഹലോ. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം കേട്ടോ. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ഞാൻ ഇപ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ചെറുപ്പം മുതൽ ഇതുവരെ ഉള്ളൊരു ബർത്ത്ഡേ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും റിലേറ്റീവ്സ് എല്ലാവരും വരും, കേക്ക് കട്ട് ചെയ്യും, കുറേ ഗിഫ്റ്റ് കിട്ടും. എനിക്ക് ആ ഒരു ദിവസം ഞാൻ കാത്തിരിക്കും ഈ ഗിഫ്റ്റ് കിട്ടേണ്ടത് കൊണ്ട്. പിന്നെ അമ്മ വരണം. അമ്മ വന്നാലാണ് അത് കുറച്ചുകൂടി ഒന്ന് കളറാവുക. ഈ പിറന്നാളിൻ്റെ തലേ ദിവസം പോയി ഞങ്ങൾക്കൊരു ഷോപ്പിംഗ് ഉണ്ട്. അന്ന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കിട്ടും. പിന്നെ മൂപ്പത്തീൻ്റെ വക സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഗിഫ്റ്റും. അങ്ങനെ ഇതുവരെ ഒരു മുടക്കവും കൂടാണ്ട് ഞാൻ ഇതുവരെ എല്ലാം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വസന്തേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുക, ഞങ്ങളുടെ വീട്ടിൽ ഹെൽപ്പിൽ വരുന്ന ചേച്ചി കേട്ടോ അത്. വസന്തേച്ചി ചോദിക്കുക, ഇന്നിപ്പോൾ ആരെ പിറന്നാളാണ്? കുഞ്ഞൻ്റെ പിറന്നാളാണോ? ഞാൻ പറഞ്ഞു കുഞ്ഞൻ്റെ അല്ല, എൻ്റെതാണ്. കുഞ്ഞൻ്റെ വരാൻ പോകുന്നേ ഉള്ളൂ, നമുക്ക് അതും ഉഷാറാക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം പോയി, ഞാനും എൻ്റെ കുഞ്ഞനും കൂടി ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വീർപ്പിച്ച് അതൊക്കെ ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കൂടുതലായിട്ടുള്ള അലങ്കാരങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ കുറച്ച് ബലൂൺസ് കൂടി ഒന്ന് സെറ്റാക്കി ഒന്ന് ഉഷാറാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് പുറത്തു പോയി. വന്നിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ പാടില്ല അച്ഛാ, നന്നായിട്ട് കൈയൊക്കെ വീശി ഉഷാറാക്കി തരണം കേട്ടോ. പിന്നെ ആ മുണ്ട് കണ്ടോ, ആ ദിവാൻ ബെഡിൽ വിരിച്ചിട്ടുള്ള അച്ഛൻ്റെ മുണ്ടാണ്. വൈറ്റ് തീം വേണം, കുറേ ഡെക്കറേഷൻ വേണം എന്നൊക്കെ വിചാരിച്ച് ഒന്നും ഇട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ ആ മുണ്ട് വെച്ചിട്ട് അങ്ങ് ഉഷാറാക്കി ഒന്ന് കളറാക്കി കേക്കൊക്കെ കട്ട് ചെയ്ത്. എൻ്റെ മോൻ്റെ മുടിയില്ലേ, ഇവരെന്തോ സാധനം വാങ്ങി പുറത്ത് പോയി വരുമ്പോഴേക്കും മൊട്ടടിച്ചിട്ടാണ് വന്നത്. പിന്നെ അത് കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ കേക്കൊക്കെ കണ്ടപ്പോൾ മൂപ്പര് ഉഷാറായി. പിന്നെ ഇനി ബർത്ത്ഡേ, അതായത് പിറന്നാളാഘോഷം അടുത്തത് വരുന്നത് എൻ്റെ കുഞ്ഞൻ്റെതായിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. എൻ്റെയും എൻ്റെ മോൻ്റെയും പിറന്നാൾ ഫസ്റ്റ് എൻ്റെ വരും, പിന്നെ നെക്സ്റ്റ് അവൻ്റെ ഒരേ മാസം കേട്ടോ ഞങ്ങളുടെ ബർത്ത്ഡേസ് വരുന്നത്. പിന്നെ ഞങ്ങൾ വേഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. കുറച്ച് ആദ്യമേ ഞാൻ നോക്കി വെച്ച് സാധനങ്ങളൊക്കെ എൻ്റേത് പോലെ ആവണ്ട, കുറച്ചുകൂടി ഒന്ന് കളറാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി. പേസ്റ്റൽ കളേഴ്സുള്ള ബലൂൺസും ഒട്ടിക്കുന്നൊക്കെ കുറച്ച് കളർഫുള്ളത് വാങ്ങി. പിന്നെ പെപ്പാപ്പിഗിൻ്റെ കുറച്ചേ ഈ കേക്കിൽ ടോപ്പിങ്സ് വെക്കൂലേ, അതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടൊന്ന് ഉഷാറാക്കി കേക്കൊക്കെ ആക്കി. പിന്നെ മോൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കുറച്ച് റിലേറ്റീവ്സിനൊക്കെ വിളിച്ചു. പിന്നെ പ്രസൂൻ്റെ ബ്രദേഴ്സ് 2 ആൾക്കാർ മെർച്ചൻ്റ് നേവിയ, അവർ നാട്ടിൽ വരുന്നതും അവൻ്റെ പിറന്നാളിൻ്റെ കുറച്ച് 2 ദിവസം മുമ്പായിട്ട് അവരൊക്കെ നാട്ടിൽ വരുന്നത്. അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി സന്തോഷം കൂടി. എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് ഒരു ഉഷാറല്ലേ. വീട്ടിൽ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ കേക്ക് കട്ട് ചെയ്യാനും ആഘോഷിക്കാനും ഒക്കെ കുറച്ച് ഉഷാറ് കൂടും. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ആ ബാക്കിൽ നിൽക്കുന്ന മോളുണ്ടല്ലോ, എൻ്റെ മോനെക്കാട്ടും 1 വയസ്സ് കൂടുതലാണ്. ഇവർ 2 ആൾ എപ്പം നോക്കിയാലും അടിയാണ്. പെട്ടെന്ന് അടിയാവും, പെട്ടെന്ന് ഫ്രണ്ട്സും ആവും. ഇതെപ്പോൾ പൊട്ടും അടി, എപ്പം വരെ ജോയിൻ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ അതിൽ വലിയ ഇടപെടാനും നിൽക്കില്ല. ഓരോ പാടായി. പിന്നെ അവരൊക്കെ ഉള്ളതുകൊണ്ട് ഇവന് കുറച്ച് കൂടുതലായിരുന്നു കേക്ക് കട്ട് ചെയ്യാനുള്ള ആവേശം. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെന്താ, കേക്ക് കട്ട് ചെയ്യുന്ന നേരത്തെ എൻ്റെ മനസ്സ് മൊത്തം വേറൊരു സംഭവത്തിലേക്കായിരുന്നു. അടുക്കളയിലെ ചിക്കൻ ഫ്രൈ, ഇപ്രാവശ്യത്തെ കിട്ടില്ല ചിക്കൻ ഫ്രൈ ആയിരുന്നു. കൂടുതൽ കുറേ ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല. നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ. പിന്നെ ഞാൻ എൻ്റെ ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വെജ് ഐറ്റം കറി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെയായി. പിന്നെ ഞങ്ങൾ പിന്നെന്താ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവന് കിട്ടിയ ഗിഫ്റ്റാട്ടത്. ഇതിന് അടിയും കുത്തുമായിരുന്നു ഈ സംഭവത്തിന് വേണ്ടി. ഓണെടുക്കുന്നിടത്ത് മറ്റൊക്കെ വേണം, ഓളെടുക്കുന്നിടത്ത് ഇവന് വേണം, അങ്ങനെയൊക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ച്. പിന്നെ എന്താ, ഞങ്ങൾ ഇലയിലാണ് കഴിക്കുന്നത് കേട്ടോ. എപ്പോഴും നീലോത്ത് നമ്മളങ്ങനെ ആ പ്ലേറ്റില്ലേ, ഡിസ്പോസിബിൾ പ്ലേറ്റ്, അത് യൂസ് ചെയ്യില്ല.